ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. സോ നമ്മുടെ സീസൺ 7 ഡേ 14 റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്, വീക്കെൻഡ് എപ്പിസോഡ്. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു നല്ല എപ്പിസോഡാണ്. ആക്ച്വലി ഇന്നലെയും ഇന്നും വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ കണ്ടതെന്ന് പറയുമ്പോൾ ഭയങ്കര അഗ്രസീവ് ഒന്നുമല്ല ലാലേട്ടൻ. പക്ഷേ പറയാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ക്ലൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അവരതിനനുസരിച്ച് ഇനി നോക്കി കളിച്ചാൽ മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ക്ലൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇന്നത്തെ മെയിൻ എന്ന് പറയുന്നത് നോ എവിക്ഷൻ ആയിരുന്നു, എപ്പിസോഡായിരുന്നു. എവിക്ഷൻ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള ഇഷ്യൂസിനെ ഒന്ന് പറഞ്ഞ് വെച്ചു, അതിനെപ്പറ്റി സംസാരിച്ചു. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നെവിൻ മറ്റേ ഭക്ഷണം കെട്ടെടുക്കുന്നതിനെ പറ്റി സംസാരിച്ചു, ഫൈനൽ വാർണിംഗ് കൊടുത്തു. പിന്നെ അനുവിൻ്റെ പ്രശ്നത്തെപ്പറ്റി അനുവും ശൈത്യയും തമ്മിലുള്ള ഒരു ബോണ്ട് അവിടെ പോകുന്നത് കണ്ടു. പിന്നെ രേണുസുതി ആണെങ്കിൽ അക്ബറിന് മാപ്പൊക്കെ നിർബന്ധിപ്പിച്ച് കൊടുത്ത പോലെ ഒരു മാപ്പ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം അതാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാലേട്ടൻ്റെ എൻട്രി. നിന്നും ഭയങ്കര സുന്ദരനായിട്ടാണ് വന്നത്. എനിക്കൊന്നു ജാപ്പനീസോ ചൈനീസോ എന്തോ ഒരു എഴുത്ത് പുള്ളിയുടെ ഡ്രസ്സിലുണ്ട്, എന്താണെന്ന് അറിയില്ല എഴുതിയിരിക്കുന്നത്. അപ്പം പക്ഷെ നല്ലൊരു നീല ജുബയും മുണ്ടുമൊക്കെ ആയിട്ടാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ലാലേട്ടൻ. ഇപ്പോഴത്തെ കോസ്റ്റ്യൂംസ് എല്ലാം അടിപൊളിയാണ്. ഈ പ്രാവശ്യത്തെ പുള്ളിക്ക് ചേരുന്ന ഒരു കോസ്റ്റ്യൂംസാണ് നമ്മൾ ആദ്യമേ പറയുന്നതല്ല, അതുപോലെ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇൻട്രോയിൽ തന്നെ പറയുന്നുണ്ട് കുറച്ച് പ്രധാന കാര്യങ്ങൾ വീട്ടുകാരുമായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാലേട്ടന് അകത്തുള്ളവരുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. പുള്ളി എന്നിട്ട് ലാലേട്ടൻ എന്നിട്ട് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് വീടിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ അതിൽ കിച്ചണാണ്. പക്ഷേ അവിടെയാണ് എന്തോ ടൈൽസ് ഒക്കെയാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് ആ കിച്ചൺ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് ഭക്ഷണക്കുറവും വഴക്ക് കൂടുതലുമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു മറ്റേ നമ്മുടെ കിച്ചൺ ടീമിൻ്റെ അവിടെയുള്ള വഴക്കിനെ പറ്റിയുള്ള ഒരു പോയിൻ്റാണ് അവിടെ പറയുന്നത്. എന്നിട്ട് കുക്കിംഗ് ടീമിനെ എഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് കിച്ചൺ ടീമിൻ്റെ പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ അനീഷാണോ എല്ലാവരും ഗെറ്റ് ഔട്ട് അടിച്ചതിനെ പറ്റിയൊക്കെ പറയുന്നത്, അതായത് ആരും അടുക്കളയിലോട്ട് കയറ്റത്തില്ലായിരുന്നു, അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ചോദിക്കുന്നത് നമ്മുടെ വാഷ്റൂം യൂസ് ചെയ്യുന്ന ചൂല് നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ നമ്മുടെ കൗണ്ടറിൽ വെച്ചിട്ട് അടിക്കാൻ യൂസ് ചെയ്തതിനെ പറ്റി ലാലേട്ടൻ ചോദിക്കുന്നത്. ഒരു ഹൈജീൻ്റെ ഒരു ഇതല്ലേ, എന്താണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ബിന്നിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടറിന് എന്താ പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നിയോട് ചോദിക്കുന്നുണ്ട്. ബിന്നി എഴുന്നേറ്റ് പറയുന്നുണ്ട് ലാലേട്ടൻ അതിങ്ങനെ വാഷ്റൂം യൂസ് ചെയ്ത ചൂലാണ്, അതുകൊണ്ട് കൗണ്ടർ ടോപ്പ് ചെയ്യുന്നത് നല്ലതല്ല, ടിഷ്യൂ കൊണ്ട് തുടയ്ക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് അനീഷേട്ടനാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അത് യൂസ് ചെയ്തു എന്നൊക്കെ ബിന്നിയോട് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് എഴുന്നേറ്റ് പറയുന്നുണ്ട് അതെ ലാലേട്ടാ, അവിടെ കിച്ചണിൽ ഉറുമുണ്ടായിരുന്നു, അത് കളയാൻ പുൽച്ചൂലാണ് യൂസ് ചെയ്തത്. പുൽച്ചൂല് അപ്പം ബാത്റൂമിൻ്റെ ഫ്ലോർ യൂസ് ചെയ്തത് കിച്ചണിൽ ആരോ കൊണ്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ ബിന്നിയോട് അത് ചോദിച്ചപ്പോൾ ബിന്നി അതൊന്നും സമ്മതിച്ചു തന്നില്ല. അത് വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് യൂസ് ചെയ്തതെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ ഉറുമ്പ് വന്നതിനെ പറ്റിയുള്ള റീസൺ അപ്പോൾ ഒന്നിൽ കൈവക്കുന്നുണ്ട്. ഒന്നിൽ എന്നിട്ട് പറയുന്നുണ്ട് ബേസിക്കലി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കിച്ചൺ ടീമും വെസൽ ടീമുമായിട്ട് നല്ല കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ എല്ലാം അരിഞ്ഞിട്ട് എല്ലാം ബാക്കിയെല്ലാം അതിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ട് കളയേണ്ടത് വെസൽ ടീമാണെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്നു. പക്ഷേ ശരിക്കും അങ്ങനെയല്ല, അത് കിച്ചൺ ടീമിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്, അത് അവർ ചെയ്തില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ സാധനങ്ങളും വേസ്റ്റുകളും കിടന്നത് കാരണം അവിടെ ഉറുമ്പ് കയറിയാണെന്ന് ഒന്നിൽ എന്നിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടനാണ് കഴിഞ്ഞ കിച്ചൺ ടീമിനെ നൈസായിട്ടൊന്ന് കൂട്ടുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ കഴിഞ്ഞ കിച്ചൺ ടീമുകാർ വന്നിട്ട് ഇടയ്ക്കിട്ട് ഒക്കെ വന്നിട്ട് ഇവരെ കുറ്റം കണ്ടുപിടിക്കാൻ വരുന്നുണ്ടോ എന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാസ്ക് വേണ്ടി വരുമോ, കിച്ചൺ ടീമിന് മാസ്ക് വേണ്ടി വരും, കാരണം അവിടെ കിടന്ന് ഭയങ്കര ഷൗട്ട് ചെയ്യാണല്ലോ, അപ്പം മാസ്ക് വേണ്ട. അപ്പം അന്നേരം അക്ബർ പറയും നമ്മൾ വീട്ടിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ അന്നേരം ലാലേട്ടൻ പറഞ്ഞു മോനെ അത് വീട്ടിലെ പോലെയല്ല, ഇവിടെ വരുമ്പോൾ അവിടെ പലതരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നാമത് അവിടെ നിന്ന് വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര ഷൗട്ട് ചെയ്യുമ്പോൾ തുപ്പലും എല്ലാം തെറിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യല്ലെന്ന് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഷാനവാസ് എഴുന്നേറ്റ് അത് പറയുന്നുണ്ട്, ഷൗട്ട് ചെയ്യുമ്പോൾ ഈ തുപ്പൽ തെറിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അവരോടത് പറഞ്ഞപ്പം അനീഷിനോട് പറഞ്ഞപ്പോൾ അനീഷ് അത് തിരിച്ച് ഷൗട്ട് ചെയ്തു എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ അക്ബർ ഒനിയിലും തമ്മിൽ മറ്റേ അക്ബർ ആണെങ്കിൽ ഒനിയിലിനെ ഒരു തെറി വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അത് അന്നേരം അതിനെപ്പറ്റി ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. അതായത് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, ശ്രദ്ധിക്കണം. വീട്ടിൽ നമ്മൾ പലതും ഉപയോഗിക്കുമായിരിക്കും, അതൊന്നും നമ്മൾ ഇവിടെ വന്നില്ല. ഇവിടെ പല പ്രായത്തിലും ഇതിലുള്ള ആൾക്കാരാണ്, പലതരത്തിലുള്ള ആൾക്കാരാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ നൈസായിട്ട് അക്ബർ ഒനിയിൽ അത് വലിയൊരു കാര്യമായിട്ടൊന്നും എടുത്തു കാണിച്ചില്ല. പക്ഷേ അത് ലാലേട്ടൻ അത് പറഞ്ഞവിടെ തീർക്കുന്നുണ്ട്. പിന്നെ സരികയാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് മറ്റേ ജിസയിലാണെങ്കിൽ ഇവർക്കെല്ലാം ഗോതമ്പ് ദോശയ്ക്കകത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അവരാണെങ്കിൽ മറ്റേ പൊട്ടറ്റോ ഇട്ട് ഭക്ഷണം കഴിച്ചതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു അതെന്താ ജിസയിലെ, അപ്പോൾ അന്നേരം സരിക പറഞ്ഞില്ല, പിന്നെ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു എന്നൊക്കെ ഇത് പറയുന്നുണ്ട്. പിന്നെ അന്നേരം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്
നിങ്ങൾക്ക് ഈ റേഷനായിട്ട് തരുന്ന ഇതല്ലേ, അപ്പം ഈ സാധനങ്ങളൊക്കെ നിങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്യാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർത്ത് പോകുന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ മേക്കപ്പ് ഐറ്റമായിട്ട് പോകുന്നുണ്ടല്ലോ, ബീട്രൂട്ട് അതുപോലുള്ള സാധനങ്ങൾ, പൊട്ടറ്റോ ഒക്കെ ഫേസ് പാക്കറ്റൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നല്ലോ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ കേട്ടല്ലോ, നിങ്ങൾ ഭക്ഷണം എടുത്ത് ഇത്രയും നമ്മൾ റേഷന് പോകുന്നിടത്ത് ഭക്ഷണം എടുത്ത് കളയാൻ പറയുന്നതിനെ പറ്റി പറയും. അപ്പം അക്ബർ ഈ വിഷയത്തെ പറ്റി പറയുന്നുണ്ട്. അന്നേരം അതേ ലാലേട്ട ഇവിടെ ഫുഡ് ഇല്ലാതിരിക്കുമ്പോൾ ആണ് അനീഷ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അനീഷ് എഴുന്നേറ്റ് പറഞ്ഞു, ലാലേട്ട എനിക്ക് പറയാനുണ്ട്, ഞങ്ങൾ ഫുഡ് വെച്ചപ്പോൾ ഞങ്ങൾക്ക് അത്രയും അറിയാത്ത ആൾക്കാരാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്നേരം അതായത് പഴയ കിച്ചൺ ടീമിനോട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഉണ്ടാക്കി വയ്ക്ക് ലാസ്റ്റിൽ അടി പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്മെല്ല് വന്നു. അപ്പോൾ ഇവിടെ ആൾക്കാർ കഴിക്കും. അപ്പോൾ എല്ലാവരും കൂടി പെട്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കഴിക്കാൻ പറ്റത്തില്ല. അന്നേരം ഷാനവാസ് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ബാക്കി വന്നത് ഞങ്ങൾ കഴിച്ചു, ഈ കളയാൻ പറഞ്ഞ ഈ സാധനം ഞങ്ങളാണ് കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം റേഷനും ഇല്ല, എന്നിട്ടും ഈ സാധനങ്ങൾ കളയുന്നത്. അപ്പം അനീഷ് പറയുന്നുണ്ട് അത് പുള്ളിയുടെ ഇതല്ല, അപ്പോൾ അത് ഒട്ടും കഴിക്കാൻ പറ്റാത്ത ആയത് കാരണമാണ് കളയാമെന്ന് പറഞ്ഞതെന്ന് അനീഷ് പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ അതങ്ങനെ പറഞ്ഞങ്ങ് വിട്ടു. എന്നിട്ട് നമ്മുടെ നെവിനോട് ചോദിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതിനെ പറ്റി, പൊട്ടറ്റോ, തക്കാളി ജ്യൂസ് ഇതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നൂറയോട് ചോദിക്കുന്നത്, അതായത് തക്കാളി ജ്യൂസ് എടുത്തിട്ട് വേറെ ആൾക്ക് കൊടുക്കുന്നു, ആൾ കുടിച്ചു കഴിഞ്ഞിട്ട് പറയുന്നു നീ കള്ളത്തിൻ്റെ തന്നെ ഞാൻ കൂട്ട് നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവരോട് അതിനെപ്പറ്റി ചോദിക്കുന്നു. എന്നിട്ട് നെവിൻ്റെ അടുത്ത് കൃത്യമായിട്ട് ക്ലൂ കൊടുക്കുന്നുണ്ട്. ഇത് അത് 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, ഇത് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് പ്രഷറിൻ്റെ അടുത്ത് എത്തത്തില്ല, അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആയിട്ട് എടുക്കണം, ഇനി അത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആക്ഷൻ എടുക്കുമെന്നുള്ള രീതിയിൽ ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട്. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, അത് ആ ക്ലൂ നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, ഇല്ല ലാലേട്ടൻ ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നീ കണ്ടിന്യൂ ചെയ്തോളൂ, പക്ഷേ ഞങ്ങൾ നിർത്തിപ്പിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അതായത് അവർക്കത് ഫുള്ളായിട്ട് പുള്ളിയുടെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് പാർട്ട് നിർത്തുകയും ചെയ്യില്ല, പക്ഷേ അത് ഓവർ ആക്കാതെ ഇരിക്കാനുള്ള ഒരു ക്ലൂ ആണ് അവിടെ കൊടുത്തത്. പിന്നെ അഭിലാഷ് പറയുന്നുണ്ട്, എല്ലാം നമ്മുടെ കിച്ചൺ ടീമിൽ എല്ലാം അറിയാത്തവരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ അവർ എല്ലാം നന്നായിട്ട് ചെയ്തു, നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട്. അത് ബാക്കിയുള്ളവരും അതുപോലെ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അടുത്തതാണെങ്കിൽ അക്ബറിനെയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ എഴുന്നേപ്പിച്ച് ചേർത്തുന്നു. എന്നിട്ട് അക്ബറിനോട് ചോദിക്കുന്നു, അക്ബർ എന്തായി നമ്മുടെ കാര്യമൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നത്, ലാലേട്ട ഇതുവരെ ഒരു സമാധാനം ആയിട്ടില്ല, ഞാൻ ഈ രേണു ചേച്ചിയുടെ പുറകെയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ എല്ലാ പാട്ടും പാടിക്കാൻ, ഇനി മമ്മൂക്കയുടെ സിനിമയിലെ പാട്ട് ഇനി പാടിക്കൊടുക്കാം, പക്ഷേ എൻ്റെ പെണ്ണിൻ്റെ പുറകെ പോലെ ഞാൻ ഇത്രയും നടന്നിട്ടില്ല, എന്നിട്ട് ഇതുവരെ എനിക്ക് മാപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ രേണുവിനോട് അതെന്താ രേണു ക്ഷമിച്ചു കൊടുക്കാത്തതെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പം രേണു പറയുന്നുണ്ട്, ലാലേട്ടൻ ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സൈബർ ബുള്ളിങ് കേട്ടാണ്, നല്ല മുറിവാണ്, അപ്പോൾ ഞാനാണെങ്കിൽ വീട്ടിലേക്ക് ജസ്റ്റ് വന്നില്ല, ഞാൻ ഇപ്പോൾ കളിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് പറയുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് അങ്ങനല്ല, ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇത് പേര് വിളിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കി, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തതെന്ന് പറയും. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അവിടെ ആരാണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ക്ഷമിക്കല്ലെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ആരായിരുന്നു? അപ്പം ലാലേട്ടൻ ചോദിക്കുന്നു, KB എന്താ? അപ്പം അന്നേരം സരികയാണെന്ന് പറയും. അപ്പോൾ എന്നിട്ട് ലാലേട്ടൻ പറയുന്നത്, ക്ഷമിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, അപ്പം നമ്മൾ അത് ക്ഷമിച്ചു കൊടുക്കണം. എന്നിട്ട് അക്ബറിൻ്റെ ഇങ്ങനെ രേണുവിൻ്റെ പുറകെ ഈ ക്ഷമ കിട്ടാൻ വേണ്ടി പുറകെ പാട്ട് പാടി കൊടുക്കുന്നതും അത് നല്ല രസമുണ്ടായിരുന്നു. അക്ബറിൻ്റെ പാട്ട് നല്ല രസമുണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു മ്യൂസിക് ഇട്ട് കേൾപ്പിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ മറ്റേ ലവ് ഷേപ്പിലുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഇതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം രേണുവിന് മനസ്സിലായി, ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലായിട്ട് രേണു എന്തോ പെട്ടെന്ന് പറയുന്നു, ലാലേട്ട ഈ വേദിയിൽ ഞാൻ പറയുന്നു, ഞാനാണെങ്കിൽ അക്ബറിനോട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പം അക്ബറിനോട് ലാലേട്ടൻ പറയുന്നുണ്ട്, ഇപ്പം അവർ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ഇത് ആരോടും പറയില്ല. അപ്പം അക്ബർ പറയുന്നില്ല ലാലേട്ട, ഇനി ഞാൻ ജന്മത്താരോടും പറയില്ല. അന്നേരം സരികയോട് എന്നിട്ട് സരികയാണല്ലോ മറ്റേ ഇത് യഷ്ണി പറഞ്ഞു കൊടുത്തു, അതായത് ഇങ്ങനെ ആരോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സരികയോട് നിന്ന് പറയുന്നുണ്ട്, ഞാനും ഇനി മുളകരച്ച് തേക്കില്ല ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എലിമിനേഷന് വേണ്ടി ഈ വീക്കിലേക്കുള്ള എലിമിനേഷൻ വേണ്ടിയുള്ള നോമിനേഷനുള്ള ആൾക്കാരൊക്കെ എഴുന്നേപ്പിച്ച് നിർത്തുന്നുണ്ട്. അപ്പം എന്നിട്ട് ഷാനവാസിനോടൊക്കെ സമയത്ത് നല്ല ക്യാപ്റ്റൻ ആയിരുന്നു, അപ്പോൾ അത് കാരണം നിങ്ങൾ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് സേവായി. അടുത്തത് ജിസേലിനെയാണ്. അടുത്ത അനീഷിനോട് ചോദിക്കുന്നത്, ആരായിരിക്കും ഇനി അടുത്ത് സേവ്ഡ് ആവുന്നത്? അപ്പം അനീഷ് പറയുന്നത് ജിസേലായിരിക്കും എന്ന് പറയുന്നു. അപ്പം ജിസേലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ജിസേൽ അവിടെ നിൽക്കട്ടെ, അത് നമുക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്കത് പിന്നെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ജിസേലിനെ അവിടെ നിർത്തുന്നു. ജിസേലിനെ ഇരുത്തുന്നില്ല, സേവ് ചെയ്യുന്നില്ല. അടുത്ത് പറയുന്നു, എങ്കിൽ നമ്മുടെ ആര്യൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആര്യനെയാണെന്നുണ്ടെങ്കിൽ ഇരുത്തുന്നു. അത് കഴിഞ്ഞിട്ട്
ലാലേട്ടൻ നമ്മുടെ ലൈഫ് സ്റ്റോറിയെ പറ്റി ടോക്ക് ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റോറിയിലായിട്ട് പറയുന്നത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അപ്പം അനീഷ് അനീഷ് നിങ്ങൾ എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ 6 ലൈഫ് സ്റ്റോറിയാണ് നിങ്ങൾക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തതെന്ന് ചോദിക്കും. അപ്പം അന്നേരം അനീഷ് പറയും സരികയുടെ ലൈഫ് സ്റ്റോറിയാണ് എനിക്ക് ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തതെന്നൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ അനീഷിനോട് ലാലേട്ടൻ പറയും നിങ്ങൾ ശ്രീവിരുദ്ധൻ എന്ന് പറഞ്ഞൊരു ടാഗിലൊക്കെയാണ് വന്നത്, നിങ്ങളതൊക്കെ മാറ്റിയിട്ട് തിരിച്ചിറങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു ചിന്താഗതി മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ സരികയ്ക്ക് വീഡിയോ ചോദിക്കും. അപ്പോൾ സരിക പറയും അഭിലാഷിൻ്റെ സ്റ്റോറി ആയിരുന്നു എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയെന്നൊക്കെ പറയും. പിന്നെ അടുത്ത ലാലേട്ടൻ വീണ്ടും ഇൻ്റർവ്യൂലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിക്കുന്നു കഴിഞ്ഞ വീക്കിലെ ക്യാപ്റ്റന്മാർ ആരൊക്കെയായിരുന്നു? ക്യാപ്റ്റന്മാരോ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസും അനീഷ് അതായത് ഷാനവാസ് പറയുന്നിടത്തല്ല അനീഷ് പറയുന്നു എന്നൊരു ഇത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം ഞാനാണേൽ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതേ ലാലേട്ടൻ ഞാനാണേൽ ക്യാപ്റ്റനായിട്ട് പോലും പുള്ളി എനിക്ക് വിട്ടു തരുന്നില്ലായിരുന്നു, ഞാൻ തന്നെയാണ് എപ്പോഴും ക്യാപ്റ്റന് ക്യാപ്റ്റൻസി ചേഞ്ച് ചെയ്തിട്ടില്ല, ഞാൻ ക്യാപ്റ്റൻ ആണെന്നുള്ള രീതിയിലാണ് അനീഷ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷ് നിനക്ക് എന്താ ക്യാപ്റ്റൻ്റെ പ്രേതം കൂടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് എപ്പോഴും എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലാലേട്ട് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ലാലേട്ട് അത് പറഞ്ഞ് കളിയാകുന്നുണ്ട്. പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഷാനവാസ് എഴുന്നേറ്റ് പറയുന്നുണ്ട് ഈ അനീഷാണെന്നുണ്ടെങ്കിൽ അനവസരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടനോട് അനീഷ് ഇങ്ങനെ തല പൊക്കി നടിച്ച് നടക്കാമല്ലോ. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഉപഗ്രഹം എന്ന ഒരു പേര് കേട്ടല്ലോ അനീഷിന്, അപ്പം അങ്ങനെ അതിനെപ്പറ്റി അവർ പറയുന്നത് ഞാൻ ഓർത്തു നിങ്ങൾക്ക് അത് ഫിക്സഡ് ഒരു പേരായി കാണുമല്ലോ എന്നാണല്ലോ വിചാരിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പുള്ളി പറയുന്നുണ്ട് ഞാൻ റിലാക്സ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെവിനാണ് ക്യാപ്റ്റൻസിയെ പറ്റി പറയുന്നത്, നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു. എന്നിട്ട് നെവിൻ എന്നിട്ട് ചോദിക്കുന്നത് ഏത് ക്യാപ്റ്റനെ പറ്റിയാണ് പറയേണ്ടത്, ഞാൻ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണോ അതോ വീടിൻ്റെ ക്യാപ്റ്റൻ? അപ്പം വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അന്നേരം നെവിൻ പറയുന്നുണ്ട് ഭയങ്കര നിഷ്കളമായിട്ട് ഞാനാണെങ്കിൽ പാത്രം എടുത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വെച്ചത്, അപ്പോഴത്തേനും എല്ലാവരും കൂടെ ഇവിടുന്ന് ചിരി തുടങ്ങി. അപ്പം അതേ ലാലേട്ടൻ ഞാൻ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ആദ്യമായിട്ട് വരുന്നത്, അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമായിരുന്നു. അപ്പോൾ അതിന് ലാലേട്ടന് ചിരി വന്നു. ലാലേട്ടൻ പറഞ്ഞു പിന്നെ എല്ലാവരും ഈ എക്സ്പീരിയൻസ് ആയിട്ടൊക്കെയാണല്ലോ വന്നത്, അത് കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് നെവിൻ പറയുന്നുണ്ട് ഷാനവാസ് എന്താ പറയുന്നത് ഡബ്ബിങ് അനീഷ് ചെയ്യുന്ന പോലെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ശരത്ത് പറയുന്നത് ഷാനവാസ് നല്ല ക്യാപ്റ്റനായിരുന്നു, പക്ഷേ ഷാനവാസിൻ്റെ ചില സമയത്ത് സംസാരിക്കേണ്ടടുത്ത് അനീഷാണ് പകരം സംസാരിക്കുന്നത്. പിന്നെ റെന ഫാത്തിമ പറയുന്നത് ക്യാപ്റ്റൻ കുഴപ്പമില്ലായിരുന്നു, പിന്നെ ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇത് ചെയ്യുന്നത്, അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാഞ്ഞിട്ടല്ലേ ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അന്നേരം ലാലേട്ടൻ പറഞ്ഞു അങ്ങനെയാണോ, അപ്പോൾ റെന ആണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അന്നേരം ഞാൻ 100% കൊടുക്കും എന്നൊക്കെ റെന പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഒരു മനുഷ്യന് എന്നൊരു 100% ഒന്നും കൊടുക്കാൻ പറ്റും, 10% ഒക്കെ ആൾക്കാർ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് അന്നേരം പുള്ളിക്കാരി പറയുന്നു അതെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമായിരുന്നു, അതായത് ഒരു നിയന്ത്രണം എല്ലാവരും നിയന്ത്രിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഷാനവാസിനെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് ക്യാപ്റ്റൻസി ഉള്ളവരെ എഴുന്നേൽപ്പിക്കുന്നു. അപ്പം പിന്നെ ജിസേൽ, ആര്യന്, അഭിലാഷ്. അപ്പം കലാപം സരിക എഴുന്നേറ്റിട്ട് പറയുന്നു ജിസേൽ ജയിക്കണം. ജിസേൽ ജയിച്ചിട്ട് പുള്ളിക്കാരി അവിടെ ഒരു വുമൺ കാർഡ് എടുക്കുന്ന പോലെ ഒരു സംസാരിച്ചു. അത് വെച്ചിട്ട് ശൈത്യ പറയുന്നത് അഭിലാഷ് ആകണമെന്നാണ് ആഗ്രഹം. പിന്നെ നൂറ അതില പറയുന്നുണ്ട് ജിസേൽ ആവണമെന്നുണ്ട്. അപ്പം അവിടെ ഒരു ലാലേട്ടൻ പറയുന്നുണ്ട് ജിസേൽ നോമിനേഷനിലുണ്ട്, പക്ഷേ ഈവൻ ദോ ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈവൻ ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പുറത്തു പോകേണ്ടി വരും എന്നുള്ള രീതിയിൽ ജിസേലിനോട് പറയുന്നുണ്ട്. അടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് കാണിക്കുന്നത്. അതെന്ന് പറയുന്ന പേര് സൈക്കിൾ യജ്ഞം. അപ്പോൾ ഒരു സൈക്കിൾ ട്രാക്ക് ഉണ്ട്, അതായത് 2 സർക്കിൾ, ഒരു വലിയ സർക്കിളുണ്ട്, അതിൻ്റെ അകത്തൊരു വേറെ സൈക്കിൾ. അപ്പോൾ ഈ 2 സർക്കിളിൻ്റെ ഇടയ്ക്കുള്ള ഏരിയയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പം ഓരോരുത്തർക്കും ഓരോ സൈക്കിൾ വീതം കിട്ടും, 3 പേർക്ക് ഓരോ സൈക്കിൾ വീതം കിട്ടും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ 3 പേർക്ക് 3 സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിരിക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒപ്പോണൻറ്റിനെ എങ്ങനെയും പുറത്താക്കണം, അവരെ ഈ ട്രാക്കിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അവർ പുറത്താവും. എന്നിട്ട് ഇവർ അത് സ്റ്റാർട്ടാക്കി ആര്യൻ ആദ്യമേ തന്നെ അഭിലാഷിനെ ചവിട്ടി പുറത്താക്കി, അത് സൈക്കിളിങ്ങനെ ചവിട്ടി കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യനും ജിസേലുമാണ്. ആര്യൻ ഇങ്ങനെ പതുക്കെ ജിസേൽ ഇങ്ങനെ നിർത്തി വന്നത്. അപ്പോൾ ജിസേലിന് കുറച്ചുകൂടി ആരോഗ്യമുള്ളതുകൊണ്ട് ആര്യൻ അത്ര അങ്ങനെ ചവിട്ടിയിടാനൊന്നും പറ്റത്തില്ല. ആര്യൻ അത്ര സ്ട്രോങ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടില്ല. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആര്യനാണെങ്കിൽ ജിസേലിനെ പുറത്താക്കുന്നു. അങ്ങനെ ആര്യൻ ക്യാപ്റ്റൻ ആവുന്നു. എല്ലാവരും എന്നിട്ട് തിരിച്ച് ലിവിംഗ് റൂമിൽ വന്നിട്ട് എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നെവിനാണ് ഒരു ഉപദേശം പോലെ ആര്യൻ്റെ അടുത്ത് നൈസായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ക്യാപ്റ്റൻസി ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞൊക്കെ തരാമെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. എന്താവും എന്തോ. അപ്പം ലാലേട്ടൻ വീണ്ടും വരുന്നു, പുതിയ ക്യാപ്റ്റനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ജിസേലിനെ അഭിനന്ദിക്കുന്നു, അതായത് ലാസ്റ്റ് മിനിറ്റ് വരെ ട്രൈ ചെയ്തു.
അപ്പം ആര്യൻ എന്താണ് പുതുതായിട്ട് ചെയ്യുക, അപ്പം അന്നേരം പുള്ളിക്കാരൻ പറയും ബെറ്റർ ആവാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും, പുതിയ ഈ എക്സ്പെരിമെൻ്റ് ആണ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പം ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോമിനേഷനുള്ള ആൾക്കാരെ എഴുന്നേൽപ്പിക്കുന്നു. ആദ്യം അനുവിനെ എഴുന്നേൽപ്പിക്കുന്നു. അനു ഈ കൊല്ലും ചാവും എന്നുള്ള സംഭവങ്ങളൊക്കെ ഉപേക്ഷിക്കണം. അന്നേരം അനു പറയും ഞാനായിട്ടാണ് നിന്നെ. അപ്പോൾ അന്നേരം ലാലേട്ടൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറയല്ല എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് അപ്പാനിയോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ പ്രഷർ ശരിക്കും നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നേരം അപ്പാനിയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ അഗ്രസീവ് ആകാതെ ചെയ്യണം. അപ്പം അപ്പാനി പറഞ്ഞ് ഞാൻ അഗ്രസീവ് ആവാതെ കളിക്കുന്നൊക്കെ അപ്പാനി പറയുന്നുണ്ട്, കണ്ടറിയാം. ആദില നൂറയോട് ചോദിക്കും. അപ്പോൾ അന്നേരം ആദില നൂറ് പറയും ഞങ്ങൾ ജനങ്ങൾ തീരുമാനിക്കുന്ന പോലെ ആയിട്ടെന്ന്. അപ്പോൾ ഇവരെ 3 പേരെയും അവിടെ ഇരുത്തും, നിങ്ങൾ സേവ് ആയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തും. എന്നിട്ട് അനു ആണെന്നുണ്ടെങ്കിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരുന്നില്ല അങ്ങനെ. അപ്പം അന്നേരം എന്താ അനു വീണ്ടും പുറത്തേക്ക് പോകണം, അല്ല എല്ലാവരും പുറത്ത് പോയാലേ എനിക്ക് പുറത്ത് പോകണ്ടെന്നൊക്കെ അനുവോട് പറയുന്നുണ്ട്. ഇത് ആര് പോയി കഴിഞ്ഞാൽ ഇനി വിഷമം വരുന്നത്, ബാക്കി ശൈത്യമുണ്ട്, അക്ബർ, ബിന്നി, നെവിൻ ഇവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആര് പോയി കഴിഞ്ഞാൽ വിഷമം വരുമെന്ന് വെച്ചാൽ, അപ്പോൾ അതിൻ്റെ ശൈത്യ പോയാൽ വിഷമം വരും എന്നുള്ള രീതി. എല്ലാവരും പോയാൽ വിഷമം വരും, പക്ഷേ ശൈത്യ പോയാൽ കൂടുതൽ വിഷമം വരും, ശൈത്യൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് അനുവിനെ അവിടെ ഇരുത്തുന്നു. അക്ബറിനോട് ചോദിക്കും. അപ്പോൾ അക്ബർ പറയും ഒരു പിടുത്തമില്ല ലാലേട്ടാ, എന്താ നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ, പ്രഷർ പറയുന്നതല്ലേ. അപ്പോൾ അന്നേരം ലാലേട്ടൻ എന്നിട്ട് പറയും നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ അക്ബറിന് ഒന്നുകൂടെ ഒരു ഉപദേശം കൊടുത്തിട്ട് അക്ബർ സേവ് ആയി എന്ന് പറയും. പിന്നുള്ളത് അടുത്തത് ബിന്നിയാണ്. ബിന്നി പറയുന്നുണ്ട് ഇപ്പോൾ പോകാൻ എനിക്ക് താല്പര്യമില്ല ലാലേട്ടാ, എനിക്ക് കുറച്ചുകൂടെ കളിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ ബിന്നിയും സേവ് ആവും. അപ്പോൾ അടുത്തത് നെവിന്, ജിസേല്, ശൈത്യ, ഇവർ 3 പേരാണ് ബാക്കി. നെവിനോട് ചോദിക്കും എന്താ നെവിനെ നിനക്കെന്താ തോന്നി. അപ്പം നെവിനെ കള്ളനെ സമൂഹം ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം നെവിനാണ് അതിൻ്റെ ഇതായിട്ട് പറയുന്നത്, അതേ ലാലേട്ടൻ ഞാനാണെങ്കിൽ പാൽപ്പൊടി വീട്ടിൽ നിന്ന് എടുത്ത് കക്കുന്നത് പോലെയുള്ളൂ, അല്ലാതെ ഞാൻ വലിയ കുറ്റമൊന്നും ചെയ്യുന്നില്ല. അപ്പം അന്നേരം നിയമം തെറ്റിച്ചായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നെവിൻ പറയാം അതേ ലാലേട്ടൻ നിയമം തെറ്റിച്ചായി തോന്നുന്നുണ്ട്, അൾട്ടിമേറ്റ്ലി പ്രഷറാണല്ലോ, അപ്പം 2 വീക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നന്നായേനെന്നൊക്കെ നിവിൻ പറയുന്നുണ്ട്. അങ്ങനെ നിവിൻ ഇനി നന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിവിനെ സേവ് ആക്കി ലാലേട്ടൻ പോകുന്നുണ്ട്. ലാസ്റ്റ് ജിസേലും ശൈത്യമാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആദ്യം ആരെ അറിയണം. അപ്പം ജിസേൽ പറയുന്നുണ്ട്, സംസാരിച്ചോ എൻ്റെ പറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. അപ്പം റൂളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് കേരള പ്രേക്ഷകർ അംഗീകരിക്കുമോ എന്നൊക്കെ ജിസേലിനോട് ചോദിക്കുന്നുണ്ട്. ജിസേൽ പറയുന്നത് എനിക്ക് ഇവിടെ ഫാൻസ് ഒന്നുമില്ല, അപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെ ഇത് എടുക്കുമെന്നുള്ളത്, പക്ഷേ ഞാൻ മാക്സിമം എൻ്റെ വെച്ചിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ പറയുന്നുണ്ട്. ലാസ്റ്റിൽ ലാലേട്ടൻ പറയുന്നുണ്ട് ജിസേൽ സേവ് ആയെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് ശൈത്യമാണ്. അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട് അനുമോൾ ഒരു സൈഡിൽ കൂടെ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശൈത്യക്ക് ഭയങ്കര വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഒരു സൈഡിൽ കൂടെ എല്ലാവരും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് വിഷൻ വേണ്ട ലാലേട്ടാ, ഈ ആഴ്ച വിഷൻ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യയോട് ചോദിക്കുമ്പം ശൈത്യയോട് എന്തായാലും എങ്ങനെ ഉണ്ടെന്ന്. ശൈത്യമാണെങ്കിൽ ഞാൻ മാക്സിമം എഫേർട്ട് എടുത്ത് കളിച്ചു, ഞാൻ രേണു ചേച്ചിക്ക് വേണ്ടി വിളിച്ചു. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചിട്ട് രേണു ചേച്ചിക്ക് വേണ്ടി കളിക്കാനാണോ? അപ്പോഴത്തെ പുള്ളിക്കാരൻ വിചാരിച്ചു അതായത് രേണുവിന് വേണ്ടി മാത്രമേ കളിച്ചുള്ളൂ, അല്ല ഞാൻ അനീഷേട്ടനും കളിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഉദ്ദേശിച്ചത് വേറൊരാൾക്ക് വേണ്ടി കളിക്കാനല്ല, സ്വന്തമായിട്ട് കളിക്കാൻ എന്നുള്ള രീതിയിലാണ് ലാലേട്ടനോട് ഉദ്ദേശിച്ചത്. പക്ഷേ ശൈത്യ അത് ആ ഒരു ഇതിലല്ല എടുത്തെന്ന് തോന്നുന്നു. എന്നിട്ട് അതങ്ങനെ പറയും. പിന്നെ ലാസ്റ്റിൽ ഇത് പക്ഷേ ബിഗ് ബോസിൻ്റെ തീരുമാനം, ലാലേട്ടൻ പറയും ബിഗ് ബോസിൻ്റെ തീരുമാനമാണ്, അപ്പോൾ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയേ പറ്റത്തുള്ളൂ, അതിനകത്തിൽ പോയി എന്താ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ വീണ്ടും ആ കാർഡ് എടുത്തിട്ട് പുറത്ത് കാണിക്കുമ്പോൾ നോ എവിഷൻ എന്നാണ്. അപ്പം ആരും അങ്ങനെ അതായത് ഈ ഒരു എപ്പിസോഡിൽ എവിക്റ്റായി പോകുന്നില്ല. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് എപ്പോഴും കിട്ടുന്ന ഒരു ചാൻസ് അല്ല, ഇത് നന്നായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നു. എന്നിട്ട് എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് പോകുന്നു. എന്നിട്ട് നമ്മുടെ അടുത്ത് പിന്നെ വന്ന് ലാലേട്ടൻ പറയുന്നത് ഇനി അടുത്ത ആഴ്ച മുതൽ തീവ്രമായ ടാസ്കുകളായിരിക്കും, അതായത് മലയാളം ബിഗ് ബോസ് കണ്ടിട്ടുള്ളത് വെച്ചിട്ട് തീവ്രമായിട്ടുള്ള ടാസ്കുകളായിരിക്കും അടുത്ത ആഴ്ച മുതൽ, അതിലൊരു ദാഷ്യം ഉണ്ടാവില്ലാത്ത രീതിയിൽ പറയുന്നത്. അപ്പം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്കുകളായിരിക്കും നെക്സ്റ്റ് വീക്ക് വരാനിരിക്കുന്നതെന്നാണ് മനസ്സിലായത്. പിന്നെ നമ്മുടെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പോയി പിന്നെ വീടാണ് കാണിക്കുന്നത്. നെവിൻ അവിടെ നിന്ന് സന്തോഷം കൊണ്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടുത്തെ ഓനിയിലും വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ശൈത്യ പറഞ്ഞു പോയാലും കുഴപ്പമില്ല, പക്ഷേ എല്ലാവരും മിസ് ചെയ്യുമല്ലോ എന്നൊക്കെ വിചാരിച്ചാണെന്നൊക്കെ ശൈത്യ അവിടെ നിന്ന് അനുവിനോടൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് നെവിനും നിന്നെ നന്നാക്കാൻ വേണ്ടിയാണ് ജയിലിലിട്ടത് എന്നൊക്കെ നെവിനോട് ഷാനവാസ് പറയുന്നുണ്ട്. എന്നിട്ട് നെവിൻ വന്നിട്ട് ക്യാമറയോട് പറയുന്നുണ്ട് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേക്ഷകരോട് പറയുന്നുണ്ട്. ശൈത്യയും അനു കൊണ്ടുള്ളൊരു കോൺവെർസേഷനുമാണ്. എല്ലാവരും എന്നോട് ചിലപ്പോൾ ഇനി അനു പറയുന്നുണ്ട് നിൻ്റെ അടുത്ത് ഇനിയും എല്ലാവരും വന്ന് പറയുമായിരിക്കും എൻ്റെ അടുത്ത് മിണ്ടല്ലെന്ന്, നീ അങ്ങനെ നിനക്ക് തോന്നുവാണെങ്കിൽ നീ മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞു. നീ അന്നേരം ശൈത്യ പറയുന്നുണ്ട് എന്താ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ശൈത്യ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനുവും ആദിലനൂറയും കൂടെ സംസാരിക്കുന്നത് കാണിക്കുന്നത്. ചേട്ടന്മാരെയൊക്കെ പേടിയായിരുന്നു, സരിക ചേച്ചി എന്തോ സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആണെന്നുണ്ടെങ്കിൽ
അനു പറയുന്നുണ്ട് എനിക്കറിയാം എനിക്കൊരു ചേച്ചിയുടെയും കാര്യം കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനു പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനു ആണെന്നുണ്ടെങ്കിൽ ആര്യനോട് പറയുന്നുണ്ട് ബാത്റൂമിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരെ കിച്ചൺ ടീമിലേക്ക് ഇടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനു പിന്നെ ആദില അങ്ങനെ അവരെല്ലാം കിച്ചൺ ടീം. അപ്പോൾ ആ വഴിക്ക് പോയി നെവിൻ പറയും എന്നെ കൂടി ഇടുക, എനിക്കും കിച്ചൺ ടീം. അപ്പോൾ അനു തീർത്ത് പറയുന്നത് പറ്റത്തില്ല, എനിക്ക് നെവിനെ ഇടേണ്ട. അപ്പം ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നത് നെവിനെ ഇടുക. അപ്പോൾ നെവിൻ പറയും ഞാൻ വരുന്ന ആഴ്ച മുതൽ ഞാൻ നന്നായിട്ട് പണിയെടുക്കും. അന്നേരം ആര് പറയുന്നുണ്ട് നീ മുടി കെട്ടിയിട്ട് കിച്ചണിൽ കയറുമോ, അങ്ങനെ കയറുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നെവിന് വഴിക്ക് പോകുന്നുണ്ട്. പിന്നെ സരികയും ശൈത്യങ്ങളുടെ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ അവർ അനുവിനെ പറ്റി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശൈത്യം അവിടെ ആണെങ്കിൽ അനുവിനെ ചതിക്കുന്ന പോലെയാണ് അവിടെ സംസാരിക്കുന്നത്. അതായത് അനുവിനെ കുറ്റപ്പെടുത്തി പറയുന്ന പോലെ അവിടെ സംസാരിക്കുന്നത്. അത് പുള്ളിക്കാരിക്ക് ഒരു നെഗറ്റീവ് എടുത്ത് പുള്ളിക്കാരി അതൊരു രണ്ട് വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്കൊരു ഫീൽ ചെയ്യുന്ന നമുക്കൊരു ഭയങ്കര സെൽഫിഷായിട്ട് നിൽക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്യുക. അതായത് നമുക്കൊരു ഫ്രണ്ടായിട്ട് നിന്നിട്ട് അത് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന പോലെ. അപ്പോൾ പേഴ്സണൽ ഗ്രജ് വെച്ചിട്ട് അപ്പാനിയോട് ജിസേലിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ശൈത്യ സരികയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശൈത്യ പറയുന്നുണ്ട് അനുവിൻ്റെ ഭാഗത്ത് ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ എന്നിട്ട് സരികയാണ് ഉപദേശം കൊടുക്കുന്നുണ്ട് ശൈത്യക്ക്, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരിടത്ത് പോയി അവൾ തന്നെ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴുള്ള സംസാരം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുന്നുണ്ട്. പിന്നെ അക്ബറും ശരത്തും കൊണ്ട് അവരാണെങ്കിൽ അവർ മറ്റേ ഒരു കമൻട്രി പോലെ ഒരു പുറത്ത് ഇപ്പം നമ്മൾ അവർ അനുവിനെ പറ്റി ഭയങ്കര ഫേക്ക് കളിയാണ്, ഇങ്ങനെ ഫേക്ക് കളിച്ച് ജയിക്കുന്നത് എങ്ങനെയാണെന്ന് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അനുവിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ രേണുവൊക്കെ നല്ല സ്റ്റാൻഡേർഡ് പ്ലെയർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പുറത്താണ്, ബാക്കി എല്ലാവരും ഭയങ്കര ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരെ പറ്റി പറയുന്നത് ഷാനവാസ് ഭയങ്കര ഷോയാണ്, ഓനിയിലാണെങ്കിൽ മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്ന വിചാരം, അഭിലാഷ് ആണെങ്കിൽ ഭയങ്കര നല്ലവനായിട്ട് അഭിനയിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസും സരികയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അത് കഴിഞ്ഞിട്ട് മറ്റേ കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സരികയും ഷാനവാസും തമ്മിൽ ഒരു സംസാരമൊക്കെ കഴിഞ്ഞ് നടന്നല്ലോ. അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാൻ സരികയും നോക്കുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയുന്നത് എനിക്കറിയാം എല്ലാവരും ഗെയിമാണെന്നുള്ളത്. അപ്പോൾ അത് കാരണം എന്നിട്ട് അനീഷിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ അനീഷ് പറയുന്ന പോലെ അനീഷ് പുറത്തിറങ്ങി ഞാൻ ഒറ്റ മനുഷ്യനോട് എൻ്റെ വീടിൻ്റെ ഭാഗത്തോട്ട് ഞാൻ ഒരാളോട് സംസാരിക്കാൻ വരത്തില്ല എന്ന് അനീഷ് പറയുന്ന ആ സെയിം സാധനം തന്നെ എക്സാമ്പിൾ പോലെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ രേണു സരികയും കൂടെ ഒരു കോൺവെർസേഷനാണ്. അവരാണെങ്കിൽ മറ്റേ സരികയാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ഡേഞ്ചർ റൂമിൽ പോയായിരുന്നല്ലോ. അതായത് അവിടെ ആരും നമുക്ക് അവർക്കപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരി ഈ വിഷയൻ്റെ സമയത്ത് ബിൻസി ശരത്താണെന്നുണ്ടെങ്കിൽ അപ്പാനിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് പുള്ളിക്കാരി വണ്ടിച്ച് ഇത്രയും ഇൻറ്റിമസിയോ അവർ തമ്മിലോ എന്നൊക്കെ ഉള്ളൊരു കോൺവെർസേഷനാണ് അവർ തമ്മിൽ നടക്കുന്നത്. അത് ഇത്രപ്പെട്ടു. അപ്പം രേണു പറയുന്നുണ്ട് അവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആണെന്നൊക്കെ ഉള്ള രീതിയിൽ രേണുവോട് പറയുന്നുണ്ട്. അപ്പാനിയും ആര്യനും ബിന്നിയും സരികയൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് അപ്പാനെയാണെന്നുണ്ടെങ്കിൽ ആര്യനോട് പറയുന്നത് എന്നെയാണെങ്കിൽ കിച്ചൺ ടീമിൻ്റെ കൂടെ ഇട്, അത് ആനുവൊക്കെ ഉള്ള ടീമിൽ എന്നെ ഇടണം, എന്നാലും എനിക്ക് അവിടെ സംസാരിച്ച് എനിക്ക് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവരുടെ ഗ്രൂപ്പിൻ്റെ കൂടെ ഇടാൻ പറയുന്നുണ്ട്. ശത്രുക്കളുടെ കൂടെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആര്യൻ എന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട് എല്ലാ എനിമീസിലും ഞാൻ ഒരു ടീം ഇടുമെന്നൊക്കെ പിന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഓരോ ടീമിനെ സെലക്ട് ചെയ്യുകയാണ്. കുക്കിംഗ് ടീമിൽ മറ്റേ സരിക, അപ്പാനി, അനുമോള്, ആദില, നൂറ, നെവിന്. വലിയ ടീമായിരിക്കും നല്ല. പിന്നെ അന്നേരം അനുവിനാണെങ്കിൽ പറ്റത്തില്ല, അനു പറയാൻ എന്നെ കിച്ചൺ ടീമിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ എല്ലാവരും പറയാം അങ്ങനെയല്ല, ക്യാപ്റ്റൻ്റെ തീരുമാനം അതിന് മാറ്റമൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ തന്നെ എതിർക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാത്റൂം ടീം എന്ന് പറയുന്നത് രേണു, ഷാനവാസ്, അക്ബർ അവരൊക്കെയാണ്. വെസൽ ടീമിൽ അവനിയിൽ ശൈത്യ, ബിന്നി അവരൊക്കെ. അത് പിന്നെ അടുത്ത ടീം എന്ന് പറയുന്നത് ജിസേൽ, ഫ്ലോർ ടീം ജിസേൽ, റെന, ഫാത്തിമ, അഭിലാഷ് അവരൊക്കെ. അത് കഴിഞ്ഞിട്ട് മറ്റേ അപ്പാനി അവരുടെ കിച്ചൺ ടീം അടുത്ത ആഴ്ചത്തേക്കുള്ള സ്ട്രാറ്റജിയൊക്കെ പറയുന്നുണ്ട്. സാധനം തീർന്നു പോയെന്ന് ഉള്ളൊരു ടോക്കൊന്നും നമ്മൾ ആരോടും പറയില്ല, എല്ലാവർക്കും നല്ല സാധനങ്ങളുണ്ടെങ്കിൽ എപ്പം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എത്രമാത്രം നടക്കുമെന്ന് ദൈവത്തിന് കണ്ടറിയാം. കാരണം ഇനി ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത ആഴ്ച മറ്റേ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് വരുന്നതിനിടയ്ക്ക് ഇവർ എത്രമാത്രം ഫുഡ് ഉണ്ടാക്കി ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ കണ്ടറിയാം. പിന്നെ അതുപോലെ അന്നേരം അനു പറയുന്നുണ്ട് വേറെ ടീമിൽ നിന്ന് ഒരാൾ പോലും നമ്മുടെ കിച്ചണിൻ്റെ ഇതിനകത്തിൽ ഗ്യാസ് ഓൺ ചെയ്യാൻ സമ്മതിക്കില്ല, അത് അവർ സ്റ്റേണായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പിന്നെ ശൈത്യയും ജിസയിലും തമ്മിൽ അവരാണ് അനുവിനെ പറ്റി സംസാരിക്കുകയാണ്. അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് ഇവിടെയും ശൈത്യയാണെന്നുണ്ടെങ്കിൽ അനുവിനെ ഒരു വരി ചതിക്കുന്ന പോലെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന പോലെയാണ് സംസാരിക്കുന്നത്. പറഞ്ഞത് കോംപ്രമൈസ് ചെയ്യണമെന്ന്. അവളുടെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ വീഡിയോ ക്ലിപ്പിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഞാനല്ല പറഞ്ഞത്, ചേട്ടന്മാർ മൊണ്ണകളാണെന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, പിന്നെ ബോയ് ഫ്രണ്ട് ആണെന്ന്. അതൊന്നും ഞാൻ പറഞ്ഞതല്ല. ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ തിരിച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സ്യലായിട്ട് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ശൈത്യയാണ്. അത് കുറച്ച് വല്ലാത്തൊരു വൾഗറായിട്ട് ജിസേലിനെ പറഞ്ഞത് ശൈത്യയാണ്. പക്ഷേ പുള്ളിക്കാരി അത് പ്ലേറ്റ് തിരിച്ചങ്ങ് കിട്ടും. ഇനി അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു. അപ്പോൾ നാളത്തെ പ്രമോയും കാണിക്കുന്നുണ്ട്. അതായത് അപ്പാനി, അനു, റെന, ഫാത്തിമയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് റെന ഫാത്തിമ അനുവിനെ ചപ്പാത്തി കളി എന്നൊക്കെ വിളിക്കുന്നുണ്ട്.
അതാണെങ്കിൽ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഫീൽ ആവുന്ന കാര്യമാണല്ലോ, അനുവിന് ഫീൽ ആവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതിട്ടിട്ട് പുള്ളിക്കാരി വിളിക്കുന്നുണ്ട്. അത് വലിയൊരു ഫൈറ്റിലേക്ക് അപ്പാനി അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. എന്നിട്ട് പിന്നെ അടുത്ത ലാസ്റ്റ് കാണിക്കുന്നത് മറ്റേ ഹീറോയിൻ എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്നവരെ വലിച്ചെടുക്കാനുള്ള സമയമായി വരും, നമുക്ക് നോമിനേഷൻ ചെയ്യാമെന്ന് ബിഗ് ബോസ് പറയുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ്. അപ്പം നാളെ അടുത്ത വീക്കിലൊക്കെ ഉള്ള നോമിനേഷൻ ആയിരിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ. നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പം നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്നാലേ കറക്റ്റായിട്ടുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് എത്താൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസ്കഷൻ എല്ലാവരുടെയും ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.